ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സ്വപ്നത്തെക്കുറിച്ചിട്ടാണ്, ദൈവിക സ്വപ്നത്തെക്കുറിച്ചിട്ടാണ്. ഈ ദൈവിക സ്വപ്നത്തെക്കുറിച്ചിട്ടുള്ള ഈ വിഷയം എൻ്റെ സഭയിലെ നമ്മുടെ ജോൺ ബ്രദർ, നമ്മുടെ അപ്പോസ്തലനായ ജോൺ ബ്രദർ ഒത്തിരി നാൾ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കുഞ്ഞു കുട്ടികൾ പോലും ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് കാണാൻ തുടങ്ങിയായിരുന്നു. ദൈവത്തിന് നമ്മളെക്കുറിച്ച് കുറച്ച് ചില പദ്ധതികളുണ്ട്. അപ്പോൾ ആ പദ്ധതി ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പല വിധത്തിലായിരിക്കും. വചനത്തിലൂടെ ആയിരിക്കാം, ദൈവദാസന്മാരുടെ മെസ്സേജിലൂടെ ആയിരിക്കാം, ദർശനങ്ങളിലൂടെ ആയിരിക്കാം. അങ്ങനെ പല മീഡിയാസിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാറുണ്ട്. അതിലൊരു മീഡിയയാണ് സ്വപ്നം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവം സ്വപ്നത്തിലൂടെ നമ്മളോട് സംസാരിക്കാറുണ്ട്. ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ് എന്ന് ദൈവം നമ്മളോട് സ്വപ്നത്തിലൂടെ സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ചില സ്വപ്നങ്ങൾ നമ്മൾ കാണുമ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളിങ്ങനെ പറയാറുണ്ട്, ഞാൻ ഇന്നലെ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു, ഒന്നും നടക്കാൻ പോകുന്നില്ല, നടക്കാത്ത കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ടു, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളതിനെ തള്ളിക്കളയാറുണ്ട്. എന്നാൽ നെഗറ്റീവ് സ്വപ്നങ്ങളാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കാറുണ്ടല്ലേ. എന്നാൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല. നമ്മൾ ആ വിഷയത്തെ ദൈവം സംസാരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവത്തിന് നമ്മളെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരവസരം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ ദൈവം ഉറക്കത്തിൽ നമ്മളോട് ഇടപെടാനിടയാകും. ഉറക്കത്തിൽ ദൈവ സ്വപ്നത്തിലൂടെ നമ്മളോട് ഇടപെടാനിടയാകും. ബൈബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അബ്രഹാമിനോടും യാക്കോബിനോടും ജോസഫിനോടും അങ്ങനെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരോടും ദൈവം ഇടപെട്ടത് സ്വപ്നത്തിലൂടെയാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് വലിയതാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്തണം, ഒരു ചെറിയ വീട് വെക്കണം, ലോൺ എടുത്തൊരു ചെറിയ വീട് വെക്കണം, ആ വീട്ടിൽ സന്തോഷകരമായിട്ട് ജീവിക്കണം, മോളെ കെട്ടിച്ചു വിടണം, ഏതെങ്കിലും ഒരു നല്ലൊരു പയ്യൻ വരണം, അവളെ കെട്ടിച്ചു വിടണം, പിന്നെ കുഞ്ഞുങ്ങളെ കാണണം, അവരുമായിട്ട് സന്തോഷത്തോടെ കുറച്ചു കാലം ജീവിക്കണം. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പ്ലാൻ അങ്ങനെയല്ല. ദൈവം ഉദ്ദേശിക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 8 വായിക്കുമ്പോൾ പറയുന്നത്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവാണ്. നമുക്ക് മക്കളുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മക്കളെക്കുറിച്ചിട്ട് ചില പദ്ധതികൾ, ചില പ്ലാനുകൾ നമ്മുടെ മുന്നിലുണ്ടായിരിക്കും. ആ രീതിയിൽ വളർത്തണം, അങ്ങനെ വളർത്തണം, ഡോക്ടറാക്കണം, എൻജിനീയർ ആക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കും. എന്നെപ്പോലെ ആകരുത് എൻ്റെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തോടെ ജീവിക്കണം. ഇങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. വചനം പറയുന്നത്, ദോഷികളായ നമ്മളെ മക്കളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികമായി ചിന്തിക്കും. സ്വർഗസ്ഥനായ പിതാവ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്, വചനം പറയുന്നത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. എത്ര ലവിങ് വേർഡാണ്! ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതല്ല ദൈവം ചിന്തിക്കുന്നത്. ദൈവം നമുക്ക് ചില സ്വപ്നങ്ങൾ തരുമ്പോൾ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം. കർത്താവിനോട് ചോദിക്കണം, രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ, കർത്താവേ നീ എന്നോട് സ്വപ്നത്തിൽ ഇടപെടണമേ, എന്നോട് സ്വപ്നത്തിൽ ഇടപെടണം ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ച് കിടന്നുറങ്ങണം. രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ നമ്മളോട് ഇടപെടാൻ തുടങ്ങും. ആ സ്വപ്നം നമ്മൾ ഡയറിയിൽ എഴുതി വെക്കണം. ആ സ്വപ്നത്തെക്കുറിച്ച് പ്രാർത്ഥിക്കണം. ദൈവം അത് നമ്മുടെ ലൈഫിൽ ഉളവാക്കി തരാനായി ഇടയാകും. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കത്തില്ല. നമ്മൾ തന്നെ ഓരോന്നും ചിന്തിച്ചു കൂട്ടും. അതിങ്ങനെ സംഭവിക്കും, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവവചനത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിനോട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ, കർത്താവിൻ്റെ വചനം പറയുന്നത്, യെശയ്യാവിൻ്റെ പുസ്തകം 55-13 വായിക്കുമ്പോൾ, മുള്ളിന് പകരം സരള വൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്തു മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായും ഇരിക്കും. നമ്മൾ ചിന്തിക്കുന്നതല്ല നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. ഒന്നും നമ്മളെ തൊടാൻ പോകുന്നില്ല. ദൈവം വചനം പറയുന്നത്, നിങ്ങളത് മുള്ളാണെന്നായിരിക്കാം വിചാരിക്കുന്നത്. ദൈവം അതിന് പകരം അതിനൊരു സരള വൃക്ഷമാക്കി മാറ്റും. നമ്മുടെ ലൈഫിൽ മുള്ള് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ലാസ്റ്റ് വരെ പോകും. ലാസ്റ്റായിട്ട് ചിന്തിക്കും, ഇതെൻ്റെ അവസാനമാണ്,
ഇതെല്ലാം നഷ്ടമാകുന്ന തരത്തിൽ നമ്മൾ ചിന്തിക്കും. ദൈവവചനം പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഞാൻ അവിടെ നിനക്ക് വേണ്ടിയിട്ടൊരു അത്ഭുതം ചെയ്യും, ഞാൻ അവിടെ നിനക്ക് വേണ്ടി വൻ പ്രവൃത്തികൾ ചെയ്യും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് മുള്ളിന് പകരം സരള വൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അതൊരു അടയാളമാണെന്ന് ദൈവവചനം പറയുന്നത്. നമ്മുടെ ലൈഫിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദയ എന്ന് പറയുന്നത്, കൃപ എന്ന് പറയുന്നത് പുതുതാണ്. അത് നമ്മൾ അനുഭവിക്കുവാനായി തുടങ്ങും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുവാനായി തുടങ്ങും. നമ്മൾ ഓരോ ദിവസവും താഴ്ചയിലേക്കല്ല പോകുന്നത്, ഓരോ ദിവസവും മേൽക്കുമേൽ ഉയർച്ച തന്നെ പ്രാപിക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനും താഴ്ച പ്രാപിക്കത്തില്ല. ആരുടെയും മുന്നിൽ തലകുനിയുവാൻ ദൈവം ഇടവരുത്തത്തില്ല. ദൈവത്തിനോട് നമ്മൾ ചോദിക്കണം, കർത്താവേ നീ എന്നോട് ഇടപെടണമേ, എൻ്റെ ലൈഫിൽ നീ എന്താ ഉദ്ദേശിക്കുന്നത് അത് എന്നോട് സംസാരിക്കണമേ, നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ അങ്ങയുടെ പ്ലാൻ എന്താണെന്ന് എന്നോട് പറയണമേ. കർത്താവിനോട് ചോദിക്കാറുണ്ട്. കർത്താവ് നമ്മളോട് സ്വപ്നത്തിൽ ഇടപെടും. ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മളെക്കുറിച്ച് എന്താണ്, ദൈവത്തിൻ്റെ പദ്ധതി നമ്മളെക്കുറിച്ച് എന്താണ്, ദൈവം അത് നമ്മളോട് പറയും. നമ്മൾ ചിന്തിക്കുന്നതല്ല നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. നമ്മൾ തകർച്ചയാണ് ചിന്തിക്കുന്നതെങ്കിൽ ദൈവം പറയുന്നത് നീ മുള്ളിന് പകരം സരള വൃക്ഷം മുളയ്ക്കുമെന്നാണ് വചനം പറയുന്നത്. എന്നിട്ട് അടുത്ത വചനം പറയുന്നത് ഞാൻ താമ്രത്തിന് പകരം സ്വർണം വരുത്തും, ഇരുമ്പിന് പകരം വെള്ളിയും, മരത്തിന് പകരം താമ്രവും, കല്ലിന് പകരം ഇരുമ്പും. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, തകർച്ചയാണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ ദൈവം നമുക്ക് ഉയർച്ചയുണ്ടാക്കും. രോഗമാണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ ദൈവം നമുക്ക് രോഗത്തിൻ്റെ ഒരു സൗഖ്യമാക്കുന്ന സൗഖ്യത്തിൻ്റെ വരം നമുക്ക് തരും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ രോഗം നമ്മുടെ കൈകളാൽ സൗഖ്യമാക്കുവാനുമുള്ള വരം നമുക്ക് തരും. നമ്മൾ രോഗിയായി കിടക്കുവാനല്ല, നമ്മുടെ കൈകളാൽ അനേകരുടെ രോഗം മാറ്റുവാൻ തരത്തിലുള്ള വരം, കൃപാവരം ദൈവം നമുക്ക് തരും. അങ്ങനെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് വലുതാണ്. ദൈവവചനം പറയുന്നത് ഞാൻ സമാധാനത്തെ നിനക്ക് നായകന്മാരും നീതിയെ നിനക്ക് അധിപതിയുമാക്കും. സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. നമ്മുടെ ലൈഫിൽ ഒരിക്കലും എപ്പോഴും സങ്കടമല്ല. ദുഷ്ടനാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും സങ്കടവും ദുഃഖവും അസമാധാനവും വീട്ടിൽ കലഹവും എല്ലാം കൊണ്ടുതരുന്നത് ദുഷ്ടനാണ്. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് നമ്മുടെ ലൈഫിനെ നിറയ്ക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം ജീവിതം മടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നമ്മളെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. നാളെയെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടേണ്ട. നാളെ എന്ന ദിവസം നമ്മെക്കുറിച്ച് വിചാരപ്പെടും. നാളെ എൻ്റെ മകൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ദിവസം നമ്മളെക്കുറിച്ച് ചിന്തിക്കുവാനിടയാകും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഓർത്ത് തല പുകയ്ക്കേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് സന്തോഷത്തോടെ ഇരുന്നാട്ടെ. ദൈവിക സ്വപ്നങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവ സ്വപ്നത്തിലൂടെ നമ്മളോട് ഇടപെടാനായി തുടങ്ങും. എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ജോൺ ബ്രദർ നമ്മളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും സ്വപ്നങ്ങൾ എന്താ പറയേണ്ടത് കണ്ടു, ആ സ്വപ്നം കണ്ടു, അത് അങ്ങനെ വിട്ടുകളയുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചിട്ട് ഒത്തിരി അതിന് വാല്യൂ ആയിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നെഗറ്റീവ് സ്വപ്നം കാണുമ്പോൾ അതിനെക്കുറിച്ച് പേടിക്കാറുമുണ്ട്. ദൈവം നമ്മളോട് സ്വപ്നത്തിലാണ് ഇടപെടുന്നതെങ്കിൽ എന്തെങ്കിലും ചില നെഗറ്റീവ് സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് ദൈവം പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അല്ലാതെ അത് നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്നല്ല. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അതിന് വേണ്ടിയിട്ട് കെയർ ആകണം എന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. ദൈവം നമ്മളോട് നല്ല സ്വപ്നങ്ങളെ നമുക്ക് കാണിച്ചു തരുമ്പോൾ ഇന്നത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്വപ്നത്തെ നമ്മൾ എഴുതി വെക്കണം. ആ സ്വപ്നത്തെ എഴുതി വെച്ചിട്ട് കർത്താവേ എനിക്കിത് വേണം എന്ന് പറയണം. ദൈവം അത് നമ്മുടെ ലൈഫിലേക്ക് തരാനായി തുടങ്ങും. എൻ്റെ ഒരു ടെസ്റ്റിമണി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ആയിരിക്കുന്നത് ജോർദാനിലാണ്. ഈ ജോർദാനിൽ ഞാൻ ആകുന്ന സമയത്ത് ഞാൻ അതിന് മുന്നേ തന്നെ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്വപ്നം എന്ന് പറയുന്നത്, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു വ്യക്തി എൻ്റെ കയ്യിൽ കുറച്ച് കാശ് കൊണ്ട് തന്നതായിട്ട് സ്വപ്നം കണ്ടു. ഞാൻ ആ കാശ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നി, മോശയുടെ കാലഘട്ടത്തിലുള്ള ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു, ഒരു കൊച്ചുകുട്ടി, ഒരു 10-14 വയസ്സുള്ള ഒരു കുട്ടിയാണ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ആ കാശ് തന്നത്.
ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടായിരുന്നു. മോശയുടെ കാലഘട്ടത്തിലുള്ള ഒരു കുട്ടി, ആ യാത്ര ചെയ്തു പോകുന്ന സമയത്തിലുള്ള ഒരു കുട്ടി. അങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ വന്ന ആ ദർശനം എന്ന് ആ സ്വപ്നം എന്ന് പറയുന്നത്. ഞാനത് കണ്ടു, എൻ്റെ മൈൻഡിൽ അതുണ്ടായിരുന്നു. പിന്നെയാണ് ജോൺ ബ്രദർ ആ സ്വപ്നത്തെക്കുറിച്ചിട്ട് ഈ ദൈവിക സ്വപ്നത്തെക്കുറിച്ച് പഠിപ്പിച്ചു തുടങ്ങിയത്. ആ പഠിപ്പിക്കുന്ന സമയത്തെല്ലാം എനിക്ക് ഈ സ്വപ്നം എൻ്റെ മൈൻഡിൽ വരാറുണ്ടായിരുന്നു. ആ കുട്ടിയുടെ രൂപവും എൻ്റെ മൈൻഡിൽ വരാറുണ്ടായിരുന്നു. നാളുകൾ കഴിഞ്ഞു, ഞാൻ ഇവിടെ വന്നു സാലറി കിട്ടി. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കുറച്ച് ജോർദാൻ മണി വന്നിട്ടുണ്ടായിരുന്നു, കയ്യിൽ കാശുണ്ടായിരുന്നു. ആ കാശ് ഞാനിങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആ സ്വപ്നം വന്നായിരുന്നു. മോശയുടെ കാലഘട്ടത്തിലുള്ള ആ കുട്ടി എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കാശ് തന്നിട്ടുണ്ടായിരുന്നു. മോശയുടെ കാലഘട്ടം ആ സഞ്ചരിച്ച സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഈ ജോർദാൻ കംപ്ലീറ്റ് ആ സ്ഥലമാണ്. ആ സ്ഥലത്തുള്ള ഒരു കുട്ടിയാണ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കാശ് തന്നത്. അങ്ങനെ അപ്പോൾ എനിക്ക് എന്തൊരു മിറക്കിളാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ആ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനം, ആ സ്വപ്നം ഞാൻ കണ്ടു, ആ കാശിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നു. കാരണം മോശയുടെ കാലഘട്ടത്തിൽ സഞ്ചരിച്ച ആ ഇസ്രായേൽ മക്കൾ സഞ്ചരിച്ച മിക്ക സ്ഥലങ്ങളും ഇതുവഴി ഈ ജോർദാൻ പ്രദേശങ്ങൾ തന്നെയാണ്. മോവാബ്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൂടെ എല്ലാം അവർ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് തന്നെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ മിക്ക സ്വപ്നങ്ങളും ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതായിട്ട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സന്തോഷിച്ചിട്ടുണ്ട്. ഞാനത് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ രാജ്യങ്ങളിൽ പോകുമെന്ന്. അങ്ങനെ ദൈവം തരുന്ന സ്വപ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് നമ്മൾ ഡയറിയിൽ എഴുതി വെക്കണം. അത് എങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കരുത്. അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുക തന്നെ ചെയ്യും. നെഗറ്റീവ് സ്വപ്നത്തെ തള്ളിക്കളയണം. ദൈവം പറയുന്ന ദൈവിക സ്വപ്നങ്ങളെ എഴുതി വെക്കണം. അത് നമ്മുടെ ലൈഫിൽ നടക്കുക തന്നെ ചെയ്യും. ദൈവവചനം പറയുന്നത് എന്താണ്? എൻ്റെ വിചാരങ്ങളല്ല, നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ വിചാരങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നല്ല 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 സ്വപ്നങ്ങൾ കാണുവാൻ, നമ്മുടെ ലൈഫിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അത് കാണുവാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം അത് നിങ്ങളുടെ ലൈഫിൽ അത് ഫുൾഫിൽ ചെയ്യുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു.